Hi guys! ഒരു 7 days സ്കിൻ വൈറ്റനിങ് ചലഞ്ചുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. വെറും 7 ദിവസം കൊണ്ട് എൻ്റെ കൂടെ ഞാനീ പറയാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ വെറും 7 ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് 2-3 ഷെയ്ഡ്സ് നിങ്ങളുടെ കളർ ടോൺ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നത്. വളരെ ഈസിയാണ്. ഇന്ന് മുതൽ ഈ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും കേട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തതും ചെയ്യാത്തതും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ് അപ്പോൾ കാണിക്കുന്നത്. 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും എടുത്തിട്ടുണ്ട്, 1 ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂണിന് നമ്മൾ പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിക്ക് നിങ്ങൾ ചേർക്കുക. ഞാൻ ഫേസിലേക്കും കയ്യിലേക്കൊക്കെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് പാല് ചേർക്കുന്നത്, ഒരൊറ്റ ടേബിൾ സ്പൂൺ കേട്ടോ. ഈ ഒരു അളവ് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. തൈരും അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ സ്പൂണിലാണ് കേട്ടോ. 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ. അപ്പോൾ ടീസ്പൂൺ കണക്ക് 1 ടീസ്പൂൺ നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കഴിഞ്ഞിട്ടില്ല, ഇതിനകത്തേക്ക് നമ്മൾ ഇനി ഒരാളെ കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്. ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ നാരങ്ങയ്ക്ക് പകരം ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് കേട്ടോ. നാരങ്ങ ഓക്കെ ആയിട്ടുള്ളവർക്ക് നാരങ്ങ എടുക്കാം. കാരണം ഞാനിതിപ്പോൾ ഉച്ചയ്ക്കാണ് ഈ ഒരു ചലഞ്ച് ചെയ്തു വരുന്നത് കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങ എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് തിങ്കളാഴ്ച രാത്രി തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നാരങ്ങ തന്നെ എടുക്കുക. രാത്രി നമുക്കത് അപ്ലൈ ചെയ്യുന്നതിനെ കൊണ്ട് വലിയ സീനില്ല, കാരണം നമ്മൾ വെയിലത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ നാരങ്ങ ഉപയോഗിച്ചിട്ട് വെയിലത്തോട്ട് പോയിട്ടെങ്കിൽ സ്കിൻ അലർജി ആവും. അതുകൊണ്ടാണ് ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമ്മൾ 1 ടേബിൾ സ്പൂൺ പാല്, 1 ടീസ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ്. ഈ ഒരു 3 കാര്യമാണ് നമ്മുടെ മൺഡേത്തെ സ്കിൻ കെയർ റൊട്ടീൻ. ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുക. എനിക്ക് ഈ ഗോൾഡ് ഇട്ടാൽ കൂടിയും എൻ്റെ കഴുത്ത് ആ ഒരു ബ്ലാക്ക് അടിക്കും കേട്ടോ. പിന്നെ ഇച്ചിരി തടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് കറുപ്പ് വരുന്നുണ്ട്. പിന്നെ പൊതുവേ നമുക്ക് ഈ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചിൽ സംഭവിക്കുമ്പോൾ ഈ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് 10 ദിവസം ഈ ഒരു മാല നമ്മൾ അയച്ചു വെക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ എല്ലാം ക്ലിയർ ആവും, ഓക്കെ ആവും കേട്ടോ. കഴുത്തിൽ മാല അങ്ങ് എടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ബ്ലാക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടും ടോട്ടലായിട്ട് ഫേസിലും ലിപ്പിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് വേണം വെയിറ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വെറുതെ നമ്മളൊരു സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയല്ല, വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണ്. ഇത് അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് അങ്ങ് വാഷ് ചെയ്യുക കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ഇന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല. പക്ഷെ നാരങ്ങ ചേർക്കുമ്പോൾ പകലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാരങ്ങ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഓറഞ്ചിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിട്രസ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്താലും മതി കേട്ടോ. അങ്ങനെ ഒന്നും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതല്ലാത്ത പക്ഷം രാത്രി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീഡിയോ രാത്രിയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ, ഒരു 8 മണി ആ ഒരു ടൈമിലൊക്കെയാണ്. അപ്പോൾ ആ സമയത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അലർജി ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത് വരിക. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്നും പറയുന്ന പോലെ നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറോ, രാത്രിയാണെങ്കിൽ ജെല്ല് ഉപയോഗിക്കാനായിട്ട് നോക്കുക, പകലാണെങ്കിൽ ഫേസ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഫേസും കഴുത്തും കൈയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ കണ്ണിലുണ്ടായിരുന്ന കൺമഷിയൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനിവിടെ ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ സാഫ്രോൺ അലോവേറ ജെല്ല് തന്നെയാണ്. നമ്മുടെ ഷംnu ഓർഗാനിയുടെ സാഫ്രോൺ അലോവേറ ജെല്ല് തന്നെയാണ്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മൺഡേത്തെ സ്കിൻ കെയർ ചലഞ്ച്. അപ്പോൾ ഇത് എത്ര പേര് ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കുക കേട്ടോ, ആരൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെന്നുള്ളത്. ഇനി വരാൻ പോകുന്ന വീഡിയോ വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസാണ്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതലേക്കെങ്കിലും, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നാളെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യുക. നാളെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് മൺഡേ ചെയ്തിട്ടുള്ള ഇത് നിങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നാളത്തെ വീഡിയോ മറ്റന്നാൾ ബുധനാഴ്ച, ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്തു വരാം കേട്ടോ. നമ്മൾ ഒരു ദിവസം ഇതിൽ ലീവ് കൊടുക്കുന്നുണ്ട്. മൺഡേ മുതൽ സാറ്റർഡേ വരെയാണ് ഈ ഒരു സ്കിൻ കെയർ ചലഞ്ച് കേട്ടോ. സൺഡേ നമ്മളൊന്നും ചെയ്യുന്നില്ല, സ്കിന്നിന് അങ്ങ് വെറുതെ അങ്ങ് വിടുക കേട്ടോ.